ഹായ് എവ്രിവൺ, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര ജെൽ നമുക്ക് നമ്മുടെ ഹെയറിനും അതേപോലെ സ്കിന്നിനും എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇത് നാച്ചുറൽ അലോവേര ജെല്ലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. ഡീറ്റെയിൽ ആയിട്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്, ഞാനിവിടെ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഉള്ളൂ വെച്ചാൽ അതെടുക്കാം. കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ രണ്ടും എടുക്കാം. ഇത് രണ്ടും നമ്മുടെ മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും, സ്കാൽപ്പിന് വളരെ നല്ലതാണ്. അതാണ് നമ്മൾ ഈ ഓയിൽ എടുക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വേണം. ഇത് മുടി വളരാൻ ഭയങ്കര നല്ലതാണ്, സ്കാൽപ്പിന് വളരെ നല്ലതാണ്. സോ അത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. തേൻ എഗെയിൻ ഭയങ്കര നല്ല മോയ്സ്ചറൈസിങ് ആണ് മുടിക്ക്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ നാച്ചുറൽ അലോവേര ജെല്ല് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഈ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഓയിൽ അതിലേക്ക് ഇടുക. ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കുമ്പോൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. സോ അത് സ്റ്റോർ ചെയ്യാനും വളരെ നല്ലതാണ്, മുടിക്കും വളരെ നല്ലതാണ്. സോ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. സോ ഇത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ പതയൊക്കെ പോയിട്ടുണ്ടാകും. അതാണ് ഇങ്ങനെ. ഇതിലേക്ക് നമുക്ക് 2-2.5 സ്പൂണോളം ഈ ഓയിൽ ഇടാം. അതായത് 1 സ്പൂൺ കോക്കനട്ട് ഓയിലും 1 സ്പൂൺ ഒലിവ് ഓയിലും ആണ് ബേസിക്കലി ഇതിൽ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാ അവൈലബിൾ ആയിട്ടുള്ള വെച്ചാൽ അതെടുക്കാം. എന്നിട്ട് ഞാനിവിടെ തേനാണ് ഉപയോഗിക്കുന്നത്. 2 സ്പൂണോളം തേൻ ഇട്ടിട്ടുണ്ട്. ഇത് തേൻ ഭയങ്കര മോയ്സ്ചറൈസിങ് ആണ്, മുടിക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. സോ അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. ഇത് നമ്മുടെ തലയോട്ടിയിലും അതേപോലെ മുടിക്കും, ഇത് രണ്ടിനും വളരെ ബെനിഫിഷ്യലാണ്. ഇത് നോർമലി നമ്മളിനി എങ്ങനെ അപ്ലൈ ചെയ്യുക, അതേപോലെ അപ്ലൈ ചെയ്താൽ മതി. ആദ്യം മുടിയിലെ ജടയെല്ലാം കളഞ്ഞിട്ട് മുടി ഇങ്ങനെ ലൈക്ക് പാർട്ടായിട്ട് എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്യാം. ഇത് കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കുഴപ്പമില്ല. നമ്മളൊരു അത്ര നല്ലതല്ലാത്ത ഏതെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് ചെയ്താൽ മതി. പിന്നെ സ്കാൽപ്പിൽ നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിലും നന്നായി അപ്ലൈ ചെയ്യണം. ഇത് ഒരേപോലെ സ്കാൽപ്പിനും തലയോട്ടിയിലും അതേപോലെ തന്നെ മുടിക്കും നല്ലതാണ്. മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ മുടിക്ക് നല്ല ഷൈൻ തരും, നല്ല ഒരു ഹെൽത്തി ലുക്ക് ഉണ്ടാവും മുടിക്ക്. സോ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഹെയർ മാസ്ക് വളരെ നല്ലതാണ്. ഇത് ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ യൂസ് ചെയ്യുക. റെഗുലർ യൂസിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോവേര ജെല്ല് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ ഞാൻ കാർട്ടിലിട്ടിട്ടുണ്ട്. അതെന്തായാലും കണ്ടു നോക്കണം. ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള അലോവേര ജെല്ലാണിത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് അലോവേര ജെല്ല് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന അലോവേര ജെല്ല് എടുത്തിട്ട് ഇതേപോലെയുള്ളൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ ഇട്ടിരിക്കുന്ന എല്ലാ ഓയിലും ഹണിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് പാക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ അപ്ലൈ ചെയ്യാം. മുടിയിലും അപ്ലൈ ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് മുടിക്ക് നല്ല ഷൈൻ തരാനും ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നന്നായി ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഇത് കെട്ടി വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം. അതോടൊപ്പം തന്നെ അലോവേര ലീഫിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അത് ഹാഫ് ആക്കിയിട്ട് മുഖത്ത് ഇതേപോലെ അപ്ലൈ ചെയ്യുക. മുഖത്ത് നമ്മുടെ സ്കിന്നിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലും കാലിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതേപോലെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അതൊരു 20 to 30 മിനിറ്റ്സ് അങ്ങനെ വിടുക. അതിനുശേഷം വാഷ് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ടാണ്. ഞാനിപ്പോൾ എൻ്റെ മുടി കാണിച്ചു തരാം. കുറേ കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടായിരുന്നു. സോ എനിക്ക് നല്ല ബെനിഫിഷ്യലായിട്ട് തോന്നി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. പ്ലീസ് ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, അടുത്ത വീഡിയോ അലോവേര ജെല്ല് നമുക്ക് 15 തരത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.